പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്ലഡ് ലൈനിലേക്ക് പുതുതായി ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലൂടെ വന്നത് ആരാണ്, അതുപോലെ തന്നെ റോമൻ റെയിൻസിൻ്റെ അപ്ഡേറ്റ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് CM Punkന്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. CM Punkന്റെ ഹോം ടൗണിലായിരുന്നു ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നടക്കുന്നുണ്ടായിരുന്നത്. CM Punk അദ്ദേഹം ഒരു ഹോം ടൗണിൽ വെച്ച് മത്സരിച്ച് വിജയിക്കുന്നതിൻ്റെ പ്രഷറിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നിലവിലെ ബ്ലഡ് ലൈൻ്റെ വൈസ്മാനായ പോൾ ഹേമൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. പോൾ ഹേമൻ വന്നിട്ട് പറയുന്നത് സോളോ സിക്കോവയ്ക്ക് ഈ ടൗണിൽ നേതൃത്വം എപ്പോഴും കിട്ടണം, അതുകൊണ്ട് CM Punk ഈ ഒരു റിങ് വിട്ടു പോകണം, സോളോ ആയിരിക്കണം ഇവിടുത്തെ ടോപ്പ് എന്നുള്ളത്. അപ്പോൾ CM Punk അത് കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് പോൾ ഹേമനോട് തിരിച്ച് പങ്ക് ചോദിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ബ്ലഡ് ലൈൻ താരങ്ങൾ, അതായത് സോളോ സിക്കോവയും ടാമ ടോങ്കയും ടോങ്ക ലോവയും ഒക്കെ കയറി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് സോളോ സിക്കോവ ഒരു വാർണിംഗ് CM Punkന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ CM Punkനെ ആക്രമിക്കാൻ വേണ്ടി ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് റിങ്ങിലേക്ക് കയറിയ സമയത്ത് കോഡി റോഡ്സ് വന്നിട്ട് CM Punkന്റെ ഒപ്പം ഒരു ബേസ്ബോൾ ബാറ്റൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇറങ്ങിയ സോളോ സിക്കോവയെയും കൂട്ടരെയും കോഡി റോഡ്സ് ഒരു വെല്ലുവിളി പോലെ മുന്നോട്ട് വെക്കുന്ന ഒരു ചലഞ്ച്, അതായത് ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ കോഡിയും സോളോയും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം, തൻ്റെ കൂടെ ആരും ഉണ്ടാകില്ല, നിൻ്റെ കൂടെ ബ്ലഡ് ലൈനിലെ ആരും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും കോഡി പറയുന്നുണ്ട്. അതിന് സോളോ സിക്കോവ സമ്മതം മൂളിക്കൊണ്ട് മെയിൻ ഇവൻറ്റിൽ ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കോഡി വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള സിംഗിൾസ് മത്സരം ആരംഭിച്ച് കുറച്ച് മിനിറ്റുകളിൽ തന്നെ ടാമ ടോങ്കയും ടോങ്ക ലോവയും വന്നിട്ട് കോഡിയെ ആക്രമിച്ച് അത് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിപ്പിക്കുന്നുണ്ട്. അവിടെ കോഡി റോഡ്സിനെ സഹായിക്കാൻ വേണ്ടി കെവിൻ ഓവൻസും റാൻഡി ഓർട്ടനും വരുന്നുണ്ട്. അങ്ങനെ ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഈ ടാമ ടോങ്ക ലോവ തുടങ്ങിയവരെ ആക്രമിക്കുന്നു. അവസാനം സോളോ മാത്രം റിങ്ങിൽ അവശേഷിക്കുന്നു. സോളോയെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് സോളോയുടെ മുഖത്ത് വലിയൊരു ചിരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ബാക്കിലൂടെ വന്ന് ജേക്കബ് ഫാറ്റു റാൻഡി ഓർട്ടനെയും കെവിൻ ഓവൻസിനെയും കോഡിയെയും ഒക്കെ സൂപ്പർ കിക്ക് ചെയ്യുന്നു. വലിയൊരു ആക്രമണം പിന്നീട് ജേക്കബ് ഫാറ്റു അവിടെ അഴിച്ചു വിടുന്നുണ്ട്. കെവിൻ ഓവൻസിനെ സ്റ്റീൽ സ്റ്റെപ്പിലേക്ക് ആക്രമിച്ചുകൊണ്ടും റാൻഡി ഓർട്ടനെ ബാരിക്കേഡിലേക്ക് സ്പിയർ ചെയ്തുകൊണ്ടും കോഡി റോഡ്സിനെ കമൻറ്ററി സ്റ്റേബിളിലേക്ക് ഇട്ടുകൊണ്ടും ഈ റിങ്ങിൻ്റെ ടോപ്പ് റോപ്പിൽ കയറിക്കൊണ്ട് അദ്ദേഹം ഒരു സ്പ്ലാഷ് എന്ന് പറയുന്ന മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ജേക്കബ് ഫാറ്റുവിൻ്റെ ഡെബ്യൂ ആണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ജേക്കബ് ഫാറ്റു ബ്ലഡ് ലൈൻ കുടുംബത്തിൽ നിന്നുള്ള ഒരു റെസ്ലർ തന്നെയാണ്. ജേക്കബ് ഫാറ്റുവിനെ ബ്ലഡ് ലൈൻ്റെ ആ ഒരു ഫാമിലി ട്രീ കാണിച്ച സമയത്ത് WWE മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജേക്കബ് ഫാറ്റു ഫോർമർ MLW എന്ന കമ്പനിയിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്നു. അവിടെ ദി കോൺട്ര എന്ന ഫാക്ഷൻ്റെ ലീഡറുമായിരുന്നു. ജേക്കബ് ഫാറ്റു കുറച്ച് മാസങ്ങൾക്ക് മുൻപേ WWE ഒരു കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വാർത്തയൊക്കെ അന്നേ നമ്മൾ പുറത്തേക്ക് കൂട്ടതാണ്. ബ്ലഡ് ലൈനിലേക്ക് ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു ഡെബ്യൂ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ജേക്കബ് ഫാറ്റു എന്ന് വരും എന്നുള്ളൊരു സംശയം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ബ്ലഡ് ലൈൻ 2.0 എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷൻ പൂർണ്ണമായിരിക്കുന്നു. ഇനിയും പുതിയ മെമ്പേഴ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും സോളോ സിക്കോവ, ജേക്കബ് ഫാറ്റു, ടാമ ടോങ്ക ലോവ തുടങ്ങിയവർ ഒക്കെ പൂർണ്ണമായി ഒരു ആധിപത്യം ബ്ലഡ് ലൈനെ പിന്നെയും സ്മാക്ക് ഡൗണിൽ കിട്ടുന്നതാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. അതിലുപരി ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സോളോ സിക്കോവ പോൾ ഹേമനോട് പറയുന്നുണ്ട് റോമൻ റെയിൻസ് ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് സോളോ അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അത് ഇനിയുള്ള വീഡിയോസിൽ പങ്കുവെക്കാം. എന്തായാലും റോമൻ റെയിൻസ് വരില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ സോളോ ഇങ്ങനെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ റോമൻ റെയിൻസിനെ ഈ ഒരു ബ്ലഡ് ലൈനിലേക്ക് ചേർക്കാൻ സോളോയ്ക്ക് താല്പര്യമില്ല എന്നുള്ളൊരു അർത്ഥം കൂടി ആ ഒരു വാക്കിന് പിറകിലുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.